ദക്ഷിണ കൊറിയയിലെ മുവാൻ എയർപോർട്ടിൽ ജെജു എയർലൈൻസ് ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെട്ടതിന് പിന്നിൽ പക്ഷിയിടിച്ചതാണെന്ന് പ്രാഥമിക നിഗമനം. ഞായറാഴ്ച പ്രാദേശിക സമയം രാവിലെ 9 അപകടം. ദുരന്തത്തിൽ 179 പേർ മരിച്ചെന്നാണ് വിവരം. തായ്ലൻഡിന്റെ തലസ്ഥാനമായ ബാങ്കോക്കിൽ നിന്ന് വരികയായിരുന്ന വിമാനം ലാൻഡിങ്ങിനിടെ വേഗത കുറക്കാനാകാതെ മതിലിടിച്ച് കത്തിയമരുകയായിരുന്നു. 175 യാത്രക്കാരും 6 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. 2 ജീവനക്കാരെ രക്ഷിച്ചെന്ന് മുവാൻ ഫയർ അധികൃതർ അറിയിച്ചു. ലാൻഡിംഗ് ഗിയറില്ലാതെ റൺവേയിലൂടെ നീങ്ങുന്ന വിമാനം മതിലിടിച്ച് കത്തിയമരുന്നത് പ്രാദേശിക ചാനലുകൾ പുറത്തുവിട്ട വീഡിയോകളിൽ തന്നെ കാണാം. അതേസമയം ലാൻഡിംഗ് ഗിയറിലെ തകരാറാണ് അപകടത്തിന് കാരണമെന്നാണ് എയർപോർട്ട് അധികൃതർ പറയുന്നത്. റൺവേയുടെ അറ്റത്ത് എത്തുന്നതുവരെ വിമാനത്തിന്റെ വേഗത കുറയ്ക്കാൻ പൈലറ്റുമാർക്ക് സാധിച്ചില്ല. വിമാനത്തിന്റെ ആദ്യ ലാൻഡിംഗ് ശ്രമം നേരത്തെ പരാജയപ്പെട്ടിരുന്നുവെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതേസമയം പക്ഷിയിടിച്ചതും പ്രതികൂല കാലാവസ്ഥയുമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാദേശിക അഗ്നിശമന സേന മേധാവി പറഞ്ഞത്. എന്നിരുന്നാലും സംയുക്തമായ അന്വേഷണത്തിന് ശേഷമേ കാരണം സ്ഥിരീകരിക്കാനാവൂ എന്ന് മുവാൻ ഫയർ സ്റ്റേഷൻ മേധാവി ലീ ജിയോങ് ഹ്യൂൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 32 അഗ്നിശമന വാഹനങ്ങളും നിരവധി ഹെലികോപ്റ്ററുകളും എത്തി അപകടസ്ഥലത്തെ തീ നിയന്ത്രണ വിധേയമാക്കി. അപകടത്തെ തുടർന്ന് മുവാൻ അന്താരാഷ്ട്ര എയർപോർട്ടിലെ എല്ലാ വിമാന സർവീസുകളും താൽക്കാലികമായി നിർത്തിവെച്ചു. കഴിഞ്ഞയാഴ്ച കസാഖിസ്ഥാനിലെ അക്തൌവിന് സമീപം അസർബൈജാൻ എയർലൈൻ വിമാനം തകർന്നു വീണ് 38 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പ്രാദേശിക സമയം രാവിലെ 9 തായ്ലൻഡിലെ ബാങ്കോക്കിൽ നിന്നെത്തിയ ബോയിംഗ് 737-800 ജെറ്റ് വിമാനം ലാൻഡിങ്ങിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറി സിഗ്നൽ സംവിധാനത്തിലും സമീപത്തെ കോൺക്രീറ്റ് വേലിയിലും ഇടിച്ചു തകരുകയായിരുന്നു. ഇങ്ങനെയാണ് റിപ്പോർട്ട് പുറത്തുവന്നത്. അതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയതും. ഫയർ എഞ്ചിനുകളുടെ മണിക്കൂറുകൾ നീണ്ട കഠിന പരിശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാനായത്. ഇതിനുശേഷമാണ് രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ ആരംഭിച്ചതും. അപ്പോഴേക്കും ഒട്ടുമിക്കവരും മരിച്ചിരുന്നു. അപകടത്തിൽ 181 പേരിൽ 179 പേരും മരിച്ചതായാണ് റിപ്പോർട്ട്. പൊടുന്നനെ വിമാനത്തിന് തീ പിടിച്ചു. അതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയതും. അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തകർന്ന വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് വീണ്ടെടുക്കുന്നതോടെ അന്വേഷണം കൂടുതൽ വേഗത കൈവരിക്കും. അട്ടിമറി സാധ്യതയുണ്ടോ എന്നും പരിശോധിക്കും. ഈ മാസം ഉണ്ടാകുന്ന 2ാമത്തെ വലിയ വിമാന അപകടമാണിത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.